Hi and welcome to the new video. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ആർക്ക് എക്സ്റ്റിങ്ഷനെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടേംസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ഏതൊക്കെയായിരുന്നു? ആർക്ക് വോൾട്ടേജ്, റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ്, റിക്കവറി വോൾട്ടേജ്, പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം റേറ്റ് ഓഫ് റൈസ് ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് ആയിരുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ആർക്ക് കൊഞ്ചിങ്ങിനെ അല്ലെങ്കിൽ എക്സ്റ്റിങ്ഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതും അതിൻ്റെ പ്രോസസ്സും ഒക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ വരുന്ന ചില സ്പെഷ്യൽ കേസുകളാണ്, ചില സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കറണ്ടിനെ എക്സ്റ്റിങ്ക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചില സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കറണ്ട് ഉള്ള ടൈമിൽ സർക്യൂട്ട് ബ്രേക്കർ ഓപ്പൺ ചെയ്യുമ്പോൾ ആർക്ക് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ആ ഒരു കേസിൽ നടക്കുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ കറണ്ട് ചോപ്പിംഗ് ആണ്. കറണ്ട് ചോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഇതിൽ നടക്കുന്നുണ്ട്. അത് എപ്പോൾ നടക്കും, എവിടെ നടക്കും, എങ്ങനെ നടക്കും എന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, so current chopping is the phenomenon of current interruption before the natural current zero is reached. നമ്മൾ മുന്നേ കണ്ടതിലൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്ന എല്ലാ കാര്യം കറണ്ട് സീറോ എത്തുന്നതോട് കൂടിയിട്ട് ആ കറണ്ടിനെ അവിടെ വെച്ച് കൊഞ്ചിയിപ്പിക്കുക അല്ലെങ്കിൽ എക്സ്റ്റിങ്ക്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നോക്കിക്കൊണ്ടിരുന്നത് അല്ലേ. കറണ്ട് സീറോ എത്തണം, നാച്ചുറൽ കറണ്ട് സീറോ എത്തണം, അതായത് സൈനസോയിഡൽ വേവ് കറണ്ട് സീറോ ആവുന്ന ഒരു പോയിന്റ് അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ അതിന് വിപരീതമായിട്ട് കറണ്ട് ഇന്ററപ്ഷൻ ബിഫോർ നാച്ചുറൽ കറണ്ട് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് നാച്ചുറൽ ആയിട്ട് കറണ്ട് സീറോ ചെയ്യുന്നത് വരെ നിൽക്കാതെ തൊട്ട് മുന്നേ തന്നെ എക്സ്റ്റിങ്ക്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എയർ ബ്ലാസ്റ്റ് കൊടുത്തിട്ടാണ്. അതായത് ഇത് നടക്കുക എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കേഴ്സിലാണ്. ബിക്കോസ് ദേ റിറ്റെയിൻ ദ സെയിം എക്സ്റ്റിങ്ക്വിഷിംഗ് പവർ ഇറസ്പെക്റ്റീവ് ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ കറണ്ട് ടു ബി ഇന്ററപ്റ്റഡ്. അതായത് ഈ ഒരു സംഭവം കറണ്ട് ചോപ്പിംഗ് എന്ന് പറയുന്നത് വരുന്നത് എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറിലാണ്. ഇപ്പോൾ എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് നോക്കിയിട്ടൊന്നല്ല എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, അവിടുത്തെ ആ എക്സ്റ്റിങ്ക്വിഷിംഗ് പവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിപ്പോൾ 5 ആംപിയർ ആയാലും 50 ആംപിയർ ആയാലും 100 ആംപിയർ ആയാലും അത് പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്റ്റിങ്ക്റ്റിംഗ് പവർ, അതായത് അവിടുത്തെ അയോൺസിനെ റിമൂവ് ചെയ്യുന്ന പവർ എന്ന് വേണമെങ്കിൽ പറയാം, അത് സെയിം ആണ്. അപ്പോൾ കുറച്ചുള്ളപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്രയും എമൗണ്ട് ഓഫ് കറണ്ട് ഈ എയർ ബ്ലാസ്റ്റ് ഒന്നും വേണ്ടി വരില്ല. പക്ഷേ എയർ ബ്ലാസ്റ്റ് ബ്രേക്കറിൽ അത് എപ്പോഴും കോൺസ്റ്റന്റ് ആയി നിൽക്കും. അപ്പോൾ ഈ ചോപ്പിംഗ് എന്ന് പറഞ്ഞ സംഭവം വരുന്നത് വെൻ ബ്രേക്കിംഗ് ലോ കറണ്ട്സ്, മെയിൻലി ലോ മാഗ്നറ്റൈസിങ് ഓർ ഇൻഡക്റ്റീവ് കറണ്ട്സിനെ, ചെറിയ വാല്യൂ ഉള്ള ഇൻഡക്റ്റീവ് കറണ്ട്സിനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത്. വിത്ത് സച്ച് ബ്രേക്കേഴ്സ് ദ പവർഫുൾ ഡീഅയനൈസിങ് എഫക്ട് ഓഫ് എയർ ബ്ലാസ്റ്റ് കോസസ് ദ കറണ്ട് ടു ഫോൾ abruptly to zero well before the natural current zero is reached. അപ്പോൾ ചെറിയ ഇൻഡക്റ്റീവ് ടൈപ്പ് കറൻസിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്താണ് ഈ സംഭവം വരുന്നത്. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യമാണ്. അതിൽ പ്രൊവൈഡ് ചെയ്യുന്നത് സെയിം എയർ ബ്ലാസ്റ്റ് എഫക്റ്റ് തന്നെയാണ്, സെയിം ഡീഅയനൈസിങ് എഫക്റ്റ് ആണ് ഈവൻ ചെറിയ കറണ്ടിനും അത് കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നാച്ചുറൽ സീറോ എത്തുന്നതിന് മുന്നേ തന്നെ ഇവിടെ എക്സ്റ്റിങ്ഷൻ നടക്കുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് കറന്റ് ചോപ്പിംഗ് ആൻഡ് റിസൾട്ട്സ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഹൈ വോൾട്ടേജ് ട്രാൻസിയൻസ് അക്രോസ് ദ കോണ്ടാക്ട്സ് ഓഫ് ദ ബ്രേക്കർ. അപ്പോൾ ഈ കറണ്ട് ചോപ്പിംഗ് എന്ന് പറഞ്ഞൊരു കാര്യം അവിടെ നടക്കുമ്പോൾ നേരെ റിവേഴ്സ് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. അതായത് കറണ്ട് സീറോ ആവുന്ന ഒരു ഇൻസ്റ്റന്റിൽ നേരെ വോൾട്ടേജ് പെട്ടെന്ന് സ്പൈക്ക് ആവുന്നുണ്ട്, കയറി പോകുന്നുണ്ട്, ഹൈ വോൾട്ടേജ് ട്രാൻസിഷൻ അക്രോസ് ദ കോണ്ടാക്ട്സ് ഓഫ് ദ സർക്യൂട്ട് ബ്രേക്കർ. അപ്പോൾ ഇതെങ്ങനെ എന്നുള്ളതാണ് ഇവിടെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് മുന്നത്തെ അതേ കഴിഞ്ഞ ഫോൾട്ട് പറഞ്ഞ അതേ സർക്യൂട്ട് തന്നെ, സോഴ്സ് ഇ, ലൈൻ ഇൻഡക്റ്റൻസ് എൽ, കപ്പാസിറ്റൻസ് സി, സർക്യൂട്ട് ബ്രേക്കർ അതിൻ്റെ കോണ്ടാക്ട്സ് ആണ് കാണിച്ചിട്ടുള്ളത്. പെട്ടെന്ന് ഒരു ഷോർട്ട് സർക്യൂട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടുത്തെ കോണ്ടാക്ട്സ് ഓപ്പൺ ആവുന്നു, അതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ ആദ്യം കറണ്ട് ഫ്ലോ ചെയ്യാണ്, ഹൈ കറണ്ട് ഷോർട്ട് വരികയാണ്. അപ്പോൾ ഈ കപ്പാസിറ്റർ അവിടെ നിന്ന് ബൈപ്പാസ് ചെയ്ത എഫക്റ്റും ലൈനിൽ ഇൻഡക്റ്റൻസ് നിൽക്കുന്ന ഒരു എഫക്റ്റും അതിൽ കൂടെ ഹൈ കറണ്ട് പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഇൻസ്റ്റന്റേനിയസ് കൊളാപ്സ് ഓഫ് കറണ്ട് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാൻ പോകുന്നത് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ അല്ലേ. ഓക്കെ, ഇപ്പം ഇവിടെ ഈ ഒരു ഫിഗറിലേക്ക് നോക്കുകയാണെങ്കിൽ നോർമൽ ഒരു കേസിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഈ പിങ്കായിട്ട് കാണിച്ചിട്ടുള്ളതിലത്തെ കറണ്ട്. ഇപ്പം നോർമൽ ഒരു ഇതിലാണെങ്കിൽ ചിലപ്പോൾ ഈ കറണ്ട് ഇങ്ങനെ ആയിരിക്കും പോകുന്നുണ്ടാവുക. അതായത് ഇവിടെ നിന്ന് ഈ ഒരു വഴി കൂടെ പോയി ഇങ്ങനെ നാച്ചുറൽ സീറോ കൂടെ കടന്ന് പോകുന്ന രീതിയിലായിരിക്കും, സൈനസോയിഡൽ എന്ന രീതിയിൽ. അപ്പോൾ ശരിക്കും അത് എക്സ്റ്റിങ്ക്റ്റ് ആവുന്നത് ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നോർമൽ കേസിൽ ആയിരുന്നു വന്ന് ഇതായി പോകുന്നുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കറണ്ടാണ്, അതൊന്നാമത്തെ കാര്യം. പിന്നെ അവിടെ ഒരു എയർ ബ്ലാസ്റ്റ് എയർ ബ്ലാസ്റ്റ് അവിടെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് സംഭവിക്കും? അവിടെ ഡീഅയനൈസേഷൻ പെട്ടെന്ന് നടക്കും. ഇപ്പൊ കറണ്ട് പെട്ടെന്ന് ഒന്ന് സീറോയിലേക്ക് വരും, കറണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് സീറോയിലേക്ക് എത്തും ചോപ്പ് ചെയ്തിട്ട്.
ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ സംഭവിക്കാവുന്നത്. ചെറിയ കറണ്ട് ആകുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് സംഭവിക്കാം. പക്ഷേ ഈ ഒരു ഇൻസ്റ്റന്റിൽ വേറൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറണ്ട് ഇപ്പോൾ ഫ്ലോ ചെയ്തായിരുന്നു ഇതിൽ കൂടിയായിരുന്നു ഇൻഡക്ടർ സർക്യൂട്ട് ബ്രേക്കർ വഴി ആർക്കായിട്ട് അങ്ങനെയാണ് ഫ്ലോ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു അല്ലേ. പെട്ടെന്ന് നമ്മൾ ഇതിനെ ഇന്ററപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ കറണ്ട് ഇൻ ദ ആർക്ക് വാസ് ഫ്ലോയിങ് ഫ്രം ദ സോഴ്സ് ടു ദ ഇൻഡക്ടൻസ് ടു ദ സർക്യൂട്ട് ബ്രേക്കർ കോണ്ടാക്ട്സ് ടു ദ ഗ്രൗണ്ട് അല്ലേ. അപ്പൊ ഇതിൽ ഉണ്ടായിരുന്ന എനർജി ദാറ്റ് ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ ദ ഇൻഡക്ടർ കാനോട്ട് ബിക്കം സീറോ ഇൻസ്റ്റന്റേനിയസ്ലി അല്ലെ. ഇൻഡക്ടറിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് പെട്ടെന്ന് അതിലത്തെ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് സീറോ ആക്കാൻ പറ്റില്ല. ആൻഡ് ആസ് സച്ച് ഇറ്റ് ചാർജസ് ദ കപ്പാസിറ്റർ ഓർ ഇറ്റ് ചേഞ്ചസ് ദ പാത്ത് ടു ദ കപ്പാസിറ്റർ. അപ്പൊ കപ്പാസിറ്ററിലേക്ക് അത് ചാടി കയറി പോവുക എന്നുള്ള ഒരു വഴി മാത്രമാണ് അവിടെ അതിന് കാണാനുള്ളൂ അല്ലെ. അപ്പൊ അത് നേരെ എവിടേക്ക് പോവും, കപ്പാസിറ്ററിലേക്ക് പോവും. ഓക്കെ, അവിടുത്തെ ഒരേ ഒരു പോസിബിലിറ്റി ആ മാഗ്നറ്റിക് എനർജിനെ മാറ്റിയിട്ട് ഏത് എനർജി ആക്കാം, ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ആക്കാം. ദാറ്റ് ഈസ് ദ കറണ്ട് ഈസ് ഡൈവേർട്ടഡ് ഫ്രം ദ ആർക്ക് ടു ദ കപ്പാസിറ്റർ. അതായത് ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആവുക, കറണ്ട് സീറോ ആവുന്നുള്ള അർത്ഥമാണ്. അവിടെ നിൽക്കാൻ പറ്റില്ല, ഇൻസ്റ്റന്റേനിയസ് ആയിട്ടൊന്നും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് നേരെ ഈ വഴി എടുക്കും. അതായത് കപ്പാസിറ്ററിലോട്ട് വന്നിട്ട് കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യാൻ നോക്കും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കറണ്ട് ഇപ്പോൾ നമ്മളിവിടെ ഐ എന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇൻഡക്ടറിലത്തെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടായിരിക്കുക, ഇൻഡക്ടറിലത്തെ സ്റ്റോർ ചെയ്യുന്ന എനർജി ഹാഫ് LI സ്ക്വയർ ആണ്. ഇപ്പം ഇത് എവിടേക്ക് കയറും, ഹാഫ് കപ്പാസിറ്ററിലേക്കാണ് കയറാൻ പോകുന്നത്. ഹാഫ് CV സ്ക്വയർ ആണ് എന്ന് വിചാരിക്കുക. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്തെന്ന് കിട്ടും, V ഈസ് ഈക്വൽ ടു എന്ത് വരും, I ഇൻറ്റു √L/C അത്രയും വോൾട്സ് വരും. അപ്പോൾ ഇതിൽ തന്നെ ഇനിയിപ്പോൾ ഈ കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് ചെറുതാണെങ്കിലും ഈ ഇൻഡക്ടൻസിന്റെയും കപ്പാസിറ്റൻസിന്റെയും നോർമൽ വാല്യൂ പ്രകാരം എന്ത് സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ഈ വോൾട്ടേജ് വളരെ ഹൈ വോൾട്ടേജ് ആവും. ഹൈ വോൾട്ടേജ് സ്പൈക്സ് ആണ് അവിടെ ഉണ്ടാവുക. സേ KV 100 KV റേഞ്ചിലേക്കൊക്കെ ഈവൻ ഫോർ 50 ആംപിയർ കറണ്ടിന് ഇന്ററപ്റ്റ് ചെയ്യുമ്പോഴേക്കും തന്നെ ചിലപ്പോൾ ഒരു 100 KVയിലേക്കൊക്കെ എന്ത് കയറി പോവാം, വോൾട്ടേജ് ചാടി കയറി പോവാം. ആൻഡ് ദ വോൾട്ടേജ് ഡെവലപ്ഡ് അക്രോസ് ദ ബ്രേക്കർ കോണ്ടാക്ട്സ് ഡ്യൂ ടു the transfer of energy from the electric magnetic field to the electric field is called the പ്രോസ്പെക്റ്റീവ് വോൾട്ടേജ് ആണ് ഈ ഡോട്ടർ ഇട്ട് കാണിച്ചത്. അത് ഇങ്ങോട്ട് വരെ പോവാം, അതിന് പ്രോസ്പെക്റ്റീവ് ഇത്രയൊക്കെ റൈസ് ചെയ്യാം. പക്ഷെ അതിന് മുന്നേ എന്ത് സംഭവിക്കും, ഇതാണ് ഇതിന്റെ റിക്കവറി വോൾട്ടേജ് റേഞ്ച് കാണിച്ചിട്ടുള്ളത്. റിക്കവറി അല്ല റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ്, ഈ ഡോട്ടഡ് ലൈൻ. അപ്പോൾ ആ റീസ്ട്രൈക്കിങ്ങിന്റെ മേലെ എത്തുമ്പോഴേക്കും അവിടെ എന്ത് സംഭവിക്കും, റീസ്ട്രൈക്കിംഗ് നടക്കും, വീണ്ടും എന്ത് വരും, കറണ്ട് വരും. അതായത് കറണ്ട് സീറോ ആയ ഉടനെ വോൾട്ടേജ് ചാടി കയറി പോകുമെങ്കിലും ഈ ഒരു പ്രോസ്പെക്റ്റീവിലേക്കും മൊത്തത്തിലേക്കൊന്നും കയറില്ല. അതിന് മുന്നേ തന്നെ എന്താ റീസ്ട്രൈക്കിംഗ് നടക്കും, വീണ്ടും അവിടെ എന്ത് വന്നു, കറണ്ട് വന്നു. പക്ഷെ നേരത്തെ അത്ര മാഗ്നിറ്റ്യൂഡ് വരില്ല. നേരത്തെ ഇപ്പോൾ 50 ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് കുറഞ്ഞ് 40ലേക്ക് എത്തും. ഇത് വീണ്ടും നമ്മളവിടെ ബ്ലാസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, എയർ ബ്ലാസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എയർ ബ്ലാസ്റ്റ് കാരണം എന്താ, വീണ്ടും ഡിയനൈസിങ് കറണ്ട് വീണ്ടും സീറോ. അപ്പോൾ ആ സമയത്ത് വീണ്ടും ഈ ഇത് വെച്ചിട്ട്, അതായത് നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് കപ്പാസിറ്റൻസ് വിട്ട് വീണ്ടും ഇത് ഈ ആർക്ക് വഴി വീണ്ടും പോവായിരുന്നു. പെട്ടെന്ന് വീണ്ടും അത് ഓപ്പൺ ചെയ്യുമ്പോൾ വീണ്ടും എനർജി കപ്പാസിറ്റിയിലേക്ക് കൊടുക്കുന്നു. ആ ഒരു പ്രോസസ്സ് അവിടെ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഇത് വീണ്ടും കറണ്ട് ഒന്നും കൂടി ചോപ്പാവും, വോൾട്ടേജ് കൂടും, റീസ്ട്രൈക്ക് ചെയ്യും. അടുത്ത വട്ടം കറണ്ട് വരുമ്പോൾ വീണ്ടും 25 ഒക്കെ ആയിട്ടുണ്ടാവാം. ഇങ്ങനെ സംഭവം ചോപ്പ് ചെയ്ത് പെട്ടെന്ന് കറണ്ട് ഓഫ് ആയി പോകും, അതായത് സീറോ ആയി പോകും. നാച്ചുറൽ കറണ്ട് സീറോ എത്തണേലും മുന്നേ തന്നെ ഇത് സീറോ. ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ വലുതായി വരച്ചിട്ടുണ്ടെങ്കിലും ഇത് നടക്കുന്ന മില്ലി സെക്കൻഡ് മൈക്രോ സെക്കൻഡ് ടൈം റേഞ്ചിലായിരിക്കും ഇതിൽ നടക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത് അതിന് മുന്നേ തന്നെ എന്തായി പോവും, അവിടെ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോവും. ഓക്കെ, അപ്പോൾ ഇതിലെ ഈ ഒരു പ്രോസ്പെക്റ്റീവ് വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മളുടെ എന്താ എക്സ്ട്രീംലി ഹൈ ഹാസ് കമ്പയർഡ് ടു ദ നോർമൽ സിസ്റ്റം വോൾട്ടേജ്. അപ്പോൾ ഇതിലെ ഡീഅയനൈസിങ് എഫക്റ്റ് കാരണമാണ് വീണ്ടും അത് ചോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഈ സക്സസീവ് ചോപ്പിംഗ് കാരണമാണ് ഫൈനൽ ചോപ്പ് ഈ കറണ്ടിനെ ഇവിടെ നാച്ചുറൽ കറണ്ട് സീറോയ്ക്കും മുന്നേ കൊണ്ടുവന്ന് നിർത്തുന്നത്. സോ ദാറ്റ് വീണ്ടും അവിടെ എന്ത് നടക്കുന്നില്ല, റീസ്ട്രൈക്കിംഗ് നടക്കുന്നില്ല, ഒരു സംഭവം. ഇതാണ് നമ്മളുടെ കറണ്ട് ചോപ്പിംഗ് എന്ന് പറയുന്നത്. ഏതാ ലോ ഇൻഡക്റ്റീവ് കറണ്ട്സിനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്താണ്. എവിടുത്തെ കേസിലാണ്, എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ. കാരണം എന്താ വെച്ചാൽ അതിൻ്റെയാണ് എക്സ്റ്റിങ്ക്വിഷിംഗ് പവർ സെയിം ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. ഇതാണ് നമ്മുടെ കറണ്ട് ചോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത്. ഓക്കെ, അത് ഒന്നാമത്തെ കാര്യം. അടുത്തത് നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇതിൽ ജസ്റ്റ് വേണമെങ്കിൽ പറയാം, excessive voltage surges due to current chopping are prevented by shunting the contacts of the breaker with
a resistor which is called the resistance switching such that reignition is unlikely to occur. ഇപ്പോൾ നമുക്ക് ഇനി പറയാനുള്ള ഒരു കാര്യം തന്നെയാണ് റെസിസ്റ്റൻസ് സ്വിച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഈ വീഡിയോയിൽ തന്നെ. അപ്പോൾ അതായത് എക്സസീവ് സർജസ് ഡ്യൂ ടു കറണ്ട് ഷോപ്പിംഗ്. അതായത് ഇപ്പോൾ നമ്മളോട് കണ്ടു കറണ്ട് ഷോപ്പിംഗ് കാരണം പ്രോസ്പെക്റ്റീവ് വോൾട്ടേജ് വളരെ വളരെ ഹൈ ആണ്. അപ്പോൾ ആ ഒരു സർജ് വരുന്നത് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിന് പാരലായിട്ട് ഇതിന് അക്രോസ് നമ്മൾ എന്ത് കൊടുക്കും, ഒരു റെസിസ്റ്റൻസ് കൊടുന്ന് വെക്കും. ഇപ്പോൾ ഇവിടെ അഡീഷണൽ ആയിട്ട് ഷണ്ടായിട്ട് ഒരു റെസിസ്റ്റൻസ് വെച്ച് എന്തുണ്ടാവും, അഡീഷണൽ ഒരു പാത്ത് വരികയാണ് കറണ്ട് ഫ്ലോക്ക്. അപ്പോൾ ഈ പാത്ത് കൂടെയും കുറച്ച് കറണ്ട് പൊക്കോളും. ഇൻ എഫക്ട് ഇവിടുത്തെ റെസിസ്റ്റൻസ് കൂടുന്ന പോലെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഈ ഒരു മെത്തേഡിന് പറയുന്നതാണ് റെസിസ്റ്റൻസ് സ്വിച്ചിങ് എന്നാണ് പറയുക. അപ്പോൾ അതിപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ ഇൻഡക്റ്റീവ് കറണ്ടിൻ്റെ ബ്രേക്കിങ്ങിൻ്റെ കേസ് എയർ ബ്ലാസ്റ്റിൽ. ഇപ്പോൾ ഇതേപോലെ തന്നെ കപ്പാസിറ്റീവ് കറണ്ട് ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യം വരും ചില സമയത്ത്. അപ്പോൾ കപ്പാസിറ്റീവ് കറണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ കപ്പാസിറ്റീവ് കറണ്ട് ബ്രേക്കിങ്ങിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. സോ അനദർ കോസ് ഓഫ് എക്സസീവ് വോൾട്ടേജ് സർജസ് ഇൻ ദ സർക്യൂട്ട് ബ്രേക്കർ ഈസ് ദ ഇൻട്രപ്ഷൻ ഓഫ് capacitive currents. Example of such instances are opening of an unloaded long transmission line, disconnecting a capacitor bank used for power factor improvement, etc. അതായത് എപ്പോഴും നമുക്ക് ഈ ഇൻഡക്റ്റീവ് റെസിസ്റ്റീവ് ആ നേച്ചർ അല്ല ഉണ്ടാവുക, കപ്പാസിറ്റീവ് നേച്ചറിലുള്ള കറണ്ടുകളും ഇൻട്രപ്റ്റ് ചെയ്യേണ്ട കേസ് വരും. അപ്പോൾ അതിന് എക്സാമ്പിൾ പറഞ്ഞതാണ് അൺലോഡഡ് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ ലൈൻ. അൺലോഡഡ് ട്രാൻസ്മിഷൻ ലൈൻ ആണെങ്കിലും അതിൽ നമുക്ക് എന്താ ഈ രണ്ട് ലൈനുകളും തമ്മിലുള്ള ഇടയിലുള്ള കപ്പാസിറ്റൻസ് എഫക്റ്റ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കപ്പാസിറ്റി കറണ്ട്, അതായത് ലോഡൊന്നുമില്ലെങ്കിൽ ഈ ചാർജിങ് കറണ്ട് കപ്പാസിറ്റി കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ആ കറണ്ടിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു എഫക്റ്റ് ആണ് അതൊന്ന്. പിന്നെ നമ്മൾ പവർ ഫാക്ടർ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് സബ്സ്റ്റേഷനുകളിലൊക്കെ നമ്മൾ എന്ത് കണക്ട് ചെയ്തിട്ടുണ്ടാവും, കപ്പാസിറ്റർ ബാങ്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും, ലോഡ് ഡിസ്പാച്ച് സെന്റർ ഓൺ ചെയ്യാൻ പറഞ്ഞിട്ട് പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനും ചില സമയങ്ങളിൽ പവർ ഫാക്ടർ ഇംപ്രൂവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല, സിസ്റ്റത്തിന്റെ പവർ ഫാക്ടർ നമ്മൾ റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതും ഓപ്പൺ ചെയ്യുന്ന കേസുകൾ വരും. അപ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് കപ്പാസിറ്റി കറണ്ട് ബ്രേക്കിംഗ് എന്നുള്ള രീതിയിൽ നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ലോങ് ട്രാൻസ്മിഷൻ ലൈൻ, അൺലോഡഡ് ലോങ് ട്രാൻസ്മിഷൻ ലൈനിന്റെ കേസാണ് ഈ ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വിത്ത് വോൾട്ടേജ് വേവ് ആൻഡ് കറണ്ട് വേവ് ഫോംസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ കറണ്ട് വേവ് ഫോം. ഇത് അവിടുത്തെ ജനറേറ്റഡ് വോൾട്ടേജ് വേവ് ഫോം എന്ന് വിചാരിക്കുക. വി ജി ആണിത്. അതിൻ്റെ മാക്സിമം വാല്യൂ ആണ് VGM എന്ന് പറയുന്നത്. ഇത് നമ്മളെ കറണ്ട്, ഇത് കൂടെ പോകുന്ന കറണ്ട് I. ഓക്കെ, അപ്പോൾ ഇവിടെ ലൈൻ ഈസ് ഓപ്പൺ ബൈ ദ സർക്യൂട്ട് ബ്രേക്കറിലെ കോണ്ടാക്റ്റുകളാണ് നമ്മൾ A എന്നും B എന്നും റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. A ഈസ് ടുവേർഡ്സ് ദ ജനറേറ്റർ ആൻഡ് B ഈസ് ടുവേർഡ്സ് ദ കപ്പാസിറ്റർ. ഇവിടെ കപ്പാസിറ്റർ C1 എന്ന രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കോണ്ടാക്ട്സിൻ്റെ ഇടയിൽ വരുന്ന വോൾട്ടേജിനെയാണ് VR എന്നുള്ള രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ വി ആർ ഓപ്പണിംഗ് ദ സർക്യൂട്ട് ബ്രേക്കർ അറ്റ് ദ ഇൻസ്റ്റന്റ് വെൻ ദ കപ്പാസിറ്റി കറണ്ട് ബിക്കംസ് 0, ദാറ്റ് ഈസ് അറ്റ് ഇൻസ്റ്റന്റ് 1. ഈ ഇൻസ്റ്റന്റ് 1ൽ നാച്ചുറൽ കറണ്ട് 0ൽ നമ്മൾ കപ്പാസിറ്റൻസ് കറണ്ട് 0 ആവുന്ന ആ ഒരു സമയത്താണ് കോണ്ടാക്ട്സ് ഓപ്പൺ ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ നമുക്കറിയാം ഇവിടെ വോൾട്ടേജ് ലാഗിങ് ആയിരിക്കും, 90 ഡിഗ്രിയാണ് ഇപ്പോൾ കപ്പാസിറ്റി എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ വോൾട്ടേജ് ലാഗിങ്. അപ്പോൾ ആ ഒരു പോയിന്റിൽ വോൾട്ടേജ് അതിൻ്റെ ചിലപ്പോൾ എന്തെങ്കിലും എത്തിയിട്ടുണ്ടാവും, പീക്കിലായിരിക്കും. സേ VGM 90 ഡിഗ്രി ലാഗിങ്ങിലാണ് എന്ന് വിചാരിക്കുക. അസ്യൂം ചെയ്യണം പ്യൂർ കപ്പാസിറ്റി എഫക്റ്റ്. ഓക്കെ, സോ ഓപ്പണിംഗ് ഓഫ് ദ ലൈൻ ലീവ്സ് സ്റ്റാൻഡിങ് ചാർജ് ഓൺ ദ കപ്പാസിറ്റർ. അപ്പോൾ ഇതവിടെ തുറക്കുന്നതോട് കൂടിയിട്ട് ആർക്കും ഒരു സ്റ്റാൻഡിങ് ചാർജ് കിട്ടുകയാണ് കപ്പാസിറ്ററിന്. എത്ര കിട്ടും? VGM. ഈ ഒരു വോൾട്ടേജിലേക്ക് പൊട്ടൻഷ്യലിലേക്ക് അത് ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ അപ്പോൾ അതായത് B എന്ന് പറയുന്ന ടെർമിനലിലേക്ക് VGM വന്നു. പക്ഷേ ഇപ്പോഴത്തെ സൈഡിൽ അപ്പോഴും എന്ത് തന്നെയാണ് സൈനസോയിഡൽ വോൾട്ടേജ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അതെന്താണോ ആ വേരിയേഷൻസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കും അല്ലേ. ഈ വോൾട്ടേജ് എന്ന് പറയുന്നത്, ഈ VR എന്ന് പറയുന്നത് ഈ രണ്ടിൻ്റെ വോൾട്ടേജിൻ്റെയും ഡിഫറൻസ് ആണ്. ഓക്കെ, ഇപ്പോൾ B എന്നുള്ള സൈഡിലത്തെ V എന്നുള്ള പോയിന്റിലത്തെ പൊട്ടൻഷ്യൽ മൈനസ് A എന്ന പോയിന്റിലത്തെ പൊട്ടൻഷ്യലാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇനീഷ്യൽ വാല്യൂ എന്തായിരിക്കും? ഇനീഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു 1 എന്ന് പറഞ്ഞ പോയിന്റിൽ, 1 എന്നുള്ള പോയിന്റിൽ ഇത് VGM ആണ്, ഇത് വന്ന് നിൽക്കുന്ന പീക്കിൽ VGMൽ തന്നെയാണ്. അപ്പോൾ ആ ഇനീഷ്യൽ പോയിന്റ് അതിൻ്റെ വാല്യൂ എന്തായിരിക്കും വരിക? ഡിഫറൻസ് എന്ന് പറയുന്നത് VR എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ആൻഡ് പ്രോഗ്രസീവ്ലി എന്ത് സംഭവിക്കും? ഇവിടുന്ന് നമ്മൾ വോൾട്ടേജ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം കപ്പാസിറ്റൻസിൻ്റെ VGM തന്നെയാണ്. അതിൽ നിന്ന് ഈ കുറയുന്ന വോൾട്ടേജ് നമ്മൾ കുറയ്ക്കുമ്പോൾ ആ ഡിഫറൻസ് കൂടി വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇവിടെ 0 ആയിരുന്നെങ്കിൽ 0ൽ നിന്ന് ഇങ്ങനെ കയറി പോകുന്ന രീതിയിലൊരു കർവാണ് വരിക. ഓക്കെ, ഇങ്ങനെ കയറി പോകുന്ന രീതിയിൽ ഒരു കർവാണ് വരിക. അപ്പോൾ അത് ഈ 0 എന്നുള്ള പോയിന്റ് എത്തുമ്പോഴേക്കും അത് എന്ത് എത്തിയിട്ടുണ്ടാവും? VGM എന്നുള്ള ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ടാവാം. VGM എന്നുള്ള ഈ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോഴേക്കും അത് എന്തിലേക്ക് എത്തിയിട്ടുണ്ടാവും? VGMലേക്ക് എത്തിയിട്ടുണ്ടാവും. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നെഗറ്റീവിലേക്കാണ് വരാൻ പോകുന്നത്. അപ്പോൾ വീണ്ടും അത് എന്ത് തന്നെയാണ് ചെയ്യാൻ പോകുന്നുള്ളൂ?
വീണ്ടും അവിടെ നിന്ന് അത് എന്താ ഇൻക്രീസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അത് ഇൻക്രീസ് ചെയ്ത് ഇതിൻ്റെ നെഗറ്റീവ് പീക്ക് എത്തുമ്പോഴേക്കും ഇത് എവിടേക്ക് എത്തിയിട്ടുണ്ടാവും, അതായത് ഇവിടെ മൈനസ് വി ജി എമ്മിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റ് മൈനസ് വി ജി എം വരുമ്പോൾ വി ജി എം മൈനസ് വി ജി എം വരുമ്പോൾ എന്താവും 2 VGM എന്നുള്ള രീതിയിലേക്ക് എത്തിയിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ ആ റേഞ്ചിലേക്ക് എത്തും. അപ്പോൾ ഇതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വോൾട്ടേജ് അത്രയ്ക്കും 2 VGMലേക്കൊക്കെ എത്തും. ആൻഡ് ദിസ് വോൾട്ടേജ് മേ ബി സഫിഷ്യൻറ്റ് ടു റീസ്ട്രൈക്ക് ദ ആർക്ക്. ഈ വോൾട്ടേജ് അത്യാവശ്യം നല്ല റേഞ്ചിലേക്ക് എത്തി, അത് അവിടെ എന്ത് സംഭവിക്കാം, റീസ്ട്രൈക്ക് ചെയ്യും. മേ ബി സഫിഷ്യൻറ്റ് ടു റീസ്ട്രൈക്ക് ദ ആർക്ക്. റീസ്ട്രൈക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവിടെ എന്ത് വന്നു, കറണ്ട് വന്നു. ആൻഡ് ദ 2 previously separated parts of the circuit breaker will be joined through the arc again. അപ്പോൾ ഇത് വീണ്ടും അവിടെ ആർക്ക് വഴി അവിടെ ജോയിൻ ചെയ്യുന്ന പോലെ. ആൻഡ് ദ ലൈൻ കപ്പാസിറ്റൻസ് ഡിസ്ചാർജസ്, അല്ലെ, ലൈൻ കപ്പാസിറ്റർ ഡിസ്ചാർജസ് at once to reduce the voltage across the circuit breaker, thus setting up high frequency transition. അപ്പോൾ ഇത് ഡിസ്ചാർജ് ചെയ്യാൻ ശ്രമിക്കും, അവിടെ ഹൈ ഫ്രീക്വൻസി ട്രാൻസിഷൻസ് അവിടെ വരും. ആൻഡ് ദ പീക്ക് വാല്യൂ ഓഫ് ദ ഇനീഷ്യൽ ട്രാൻസിഷൻ വിൽ ബി ട്വൈസ് ദ വോൾട്ടേജ് അറ്റ് ദാറ്റ് ഇൻസ്റ്റന്റ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് പീക്ക് നമുക്കറിയാം അപ്പം ഉണ്ടായിരുന്ന വോൾട്ടേജിന്റെ ട്വൈസ് വരും. ഇതിപ്പോൾ നേരെ തിരിച്ചാണ് ഞാനിപ്പോൾ ഇങ്ങനെയാണ് വരച്ചത്. നേരെ തിരിച്ചാണെങ്കിൽ നെഗറ്റീവാണ് ഇപ്പോൾ എടുത്താറുന്നത്, നമ്മളിപ്പോൾ പൊട്ടൻഷ്യൽ എടുത്താറുന്നത് എങ്കിൽ നേരെ താഴെയാണ്. -2 VGM ആണെങ്കിൽ എന്ത് വരും, -4 VGM എന്നുള്ള രീതിയിലേക്ക് വരും. ഈ സംഭവം വീണ്ടും അവിടെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അതായത് നമ്മളത് പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്തില്ല, കൺട്രോൾ ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ റീസ്ട്രൈക്കിംഗ് ആർക്ക് വിൽ ക്വിക്ലി റീച്ച് ഇറ്റ്സ് ഫസ്റ്റ് സീറോ at natural frequency. The voltage of the line will be -3 VGM, and once again the two halves of the circuit breaker are separated and the line is isolated at this potential. എന്നിട്ട് അത് വീണ്ടും അവിടെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ സാധനം ഇങ്ങനെ പ്രോഗ്രസീവ് ആയിട്ട് ക്യുമുലേറ്റീവ് ആയിട്ട് കയറി പോയിക്കൊണ്ടിരിക്കും. ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് വേഴ്സ്റ്റ് പോസിബിൾ കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ അത് ശരിക്ക് നടക്കുന്നില്ല. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സക്സസീവ് റീസ്ട്രൈക്കുകൾ വന്നിങ്ങനെ കയറി പോയി അത് ഒരു പരിധി വിട്ട് പോവില്ല. അതായത് ഒരു 5 VGM ഒന്നും വിട്ട് പോവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലീക്കേജ്, റിയാക്ടൻസും കൊറോണ എഫക്റ്റും ഒക്കെ കാരണം കഴിഞ്ഞാൽ ഒരു പരിധി വിട്ട് പോവാൻ്റെയും അതിനത് നോക്കിക്കോളും. അപ്പോൾ എന്നാലും ഈ ഒരു സംഭവം ഒരു ഇഷ്യൂ ആണ്. ഓക്കെ, ഇതാണ് ഇതിൽ പറയുന്നത്. ആൻഡ് ഇഫ് ദ ഗ്യാപ്പ് ബ്രേക്ക് ഡൗൺ സ്ട്രെങ്ത് ഡസ് നോട്ട് ഇൻക്രീസ് റാപ്പിഡ്ലി, സക്സസീവ് റീസ്ട്രൈക്സ് ക്യാൻ ബിൽഡ് അപ്പ് ടു എ റേഞ്ചറസ് വോൾട്ടേജ് ഇൻ ദ ഓപ്പൺ സർക്യൂട്ട് ലൈൻ. അതാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ബ്രേക്ക് ഡൗൺ സ്ട്രെങ്ത്, ഡയലക്ട്രിക്കിന്റെ സ്ട്രെങ്ത് ബിൽഡ് ചെയ്തില്ലെങ്കിലാണ് ഇഷ്യൂ ആവുന്നത്. However, due to leakage and corona loss, the maximum voltage of the line in such a case is limited to 5 VGM. 5 VGM വരെ കയറി പോവുള്ളൂ എന്നുള്ളതാണ് അവിടെ പറയുന്ന ഒരു കാര്യം. ഓക്കെ, ഇതാണ് കപ്പാസിറ്റീവ് ഇത് വെച്ചിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇഷ്യൂ. ഇപ്പോൾ ഇൻഡക്റ്റീവ് കറണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇഷ്യൂ പറഞ്ഞു, നമ്മളിപ്പോൾ കപ്പാസിറ്റീവ് കറണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇഷ്യൂ പറഞ്ഞു. അപ്പോൾ ഇനി ഇതിനുള്ള റെമഡിയാണ് നേരത്തെ ഞാൻ പറഞ്ഞ റെസിസ്റ്റൻസ് സ്വിച്ചിങ് ആണ് പറയുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കപ്പാസിറ്റി ബ്രേക്കിൻ്റെ കോണ്ടാക്റ്റിന് പാരലായിട്ട് ഷണ്ടായിട്ട് എന്ത് വെച്ച് കൊടുക്കുന്നതാണ്, റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നതാണ്. So excessive voltage surges during circuit interruption can be prevented by the use of shunt resistance are connected across the circuit breaker contacts as shown in the equivalent circuit, and this is known as resistance switching. സോ റെസിസ്റ്റൻസിലേക്കൂടെ സ്വിച്ച് ചെയ്ത് വിടുക കറണ്ടിനെ, അതാണ് റെസിസ്റ്റൻസ് സ്വിച്ചിങ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോർമലി ഷോർട്ട് വന്നു കഴിഞ്ഞാൽ ബ്രേക്കർ ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ആ കറണ്ട് എന്തിൽ കൂടിയാണ്, ത്രൂ ദ ആർക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്, ഫുള്ള് ത്രൂ ദ ആർക്കായിരുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ സ്വിച്ച് ഒരു വഴിയും കൂടി അതിന് ആൾട്ടർനേറ്റ് ഒരു പാത്തും കൂടി അവിടെ പ്രൊവൈഡ് ചെയ്യാണ് ത്രൂ ദ റെസിസ്റ്റൻസ്. അപ്പോൾ എന്ത് സംഭവിക്കും, എങ്ങനെയാണ് ഇത് ഇമ്പ്രൂവ് ആവുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക, when a fault occurs the contacts of the circuit breaker are open and arc is struck between the contacts. നമുക്കറിയാം ഇവിടെ ഒരു ആർക്ക് ഫോം ചെയ്യും. and since the contacts are shunted by a resistance, part of the current flows through this resistance. So a part has to flow through the റെസിസ്റ്റൻസ് പാർട്ട്, അല്ലേ. ഈ റെസിസ്റ്റൻസ് കൂടെ കുറച്ച് കറണ്ട് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, ദിസ് വിൽ ഡിക്രീസ് ദ ആർ കറണ്ട് ആൻഡ് ഇൻക്രീസ് ദ റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ഡിഅയനൈസേഷൻ ഓഫ് ദ ആർക്ക്. അതായത് എഫക്റ്റീവ്ലി ഇതിൽ കൂടുതൽ കറണ്ട് കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അയനൈസേഷൻ കുറയാന്നുള്ള അർത്ഥത്തിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അതായത് ഡിഅയനൈസേഷൻ കൂട്ടി എന്ന് നമുക്ക് പറയാം. കോൺസിക്വൻ്റ്ലി ദ ആർക്ക് റെസിസ്റ്റൻസ് ഇസ് ഇൻക്രീസ്ഡ്. ആർക്കിൻ്റെ റെസിസ്റ്റൻസ് കൂട്ടി എന്ന് പറയാലോ. അപ്പോൾ അത് തന്നെ വേണമെങ്കിൽ ക്യൂമുലേറ്റീവ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ റെസിസ്റ്റൻസ് കൊടുത്ത് കൂടുക എന്ന് പറഞ്ഞാൽ ഈ പാത്ത് കമ്പാരിറ്റീവ്ലി കുറവായിട്ടുള്ള പാത്താണ് റെസിസ്റ്റൻസ്. അപ്പോൾ അത് കൂടെ കുറച്ചും കൂടി കറണ്ട് പോകുമെന്ന് പറയുന്നത്. ഇൻക്രീസ്ഡ് ആർക്ക് റെസിസ്റ്റൻസ് ലീഡ് ടു എ ഫർദർ ഇൻക്രീസ് ഇൻ കറണ്ട് ത്രൂ ദ ഷണ്ട് resistance, and this process continues until the arc current becomes so small that it fails to maintain the arc. Now the arc is extinguished and the
സർക്യൂട്ട് കറണ്ട് ഈസ് ഇൻറ്ററപ്റ്റഡ്. അപ്പോൾ ഇതാണ് അവിടെ നടക്കുന്നതായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ റെസിസ്റ്റൻസ് അതിലോട്ട് ആഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ദ ഷണ്ട് റെസിസ്റ്റർ ഹെൽപ്സ് ഇൻ ലിമിറ്റിംഗ് ദ ഓസിലേറ്ററി ഗ്രോത്ത് ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ്. ഇപ്പോൾ നമുക്കറിയാം പെട്ടെന്ന് നാച്ചുറൽ ഫ്രീക്വൻസിയിലുള്ള റീസ്ട്രൈക്കിംഗ് അവിടെ നടക്കുന്നുണ്ട്. പെട്ടെന്ന് ഹൈ ഫ്രീക്വൻസിയിൽ നമ്മുടെ വോൾട്ടേജ് റീസ്ട്രൈക്കിംഗ് കറണ്ട് 0 എത്തുന്നിടത്ത് വോൾട്ടേജ് ഇങ്ങനെ ചാടി കയറി പോകുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതിനെ ഇത് ഡാമ്പ് ചെയ്യും, ഡാമ്പ് ഔട്ട് ചെയ്ത് അതിൻ്റെ ഓസിലേഷൻസ് കുറച്ച് കൊണ്ടുവരും. അതാണ് ഇവിടുത്തെ റെസിസ്റ്റൻസിൻ്റെ എഫക്റ്റ് വരുന്നത്. കുറച്ച് അവസാനം നമ്മുടെ ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറ്റും, റീകവറിയുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് അതിനെ കൊണ്ടുവരും, ഓസിലേറ്ററി ഇതിൽ നിന്ന് ഡാമ്പ് ചെയ്ത് കൊണ്ടുവരും എന്നുള്ളതാണ് ഇവിടുത്തെ ഇതിൻ്റെ ഒരു എഫക്റ്റ് വരുന്നത്. അതായത് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഓഫ് ദ സർക്യൂട്ട്, ഈ സർക്യൂട്ടിൽ റെസിസ്റ്റൻസും കൂടി വന്നിട്ടുള്ള ഈ സർക്യൂട്ടിലെ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ വരിക 1/2π√1/LC മൈനസ് 1/4R²C² ആണ് ഇവിടുത്തെ വാല്യൂ വരിക. ആൻഡ് ദ എഫക്ട് ഓഫ് ദ, ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്, റെസിസ്റ്റൻസ് ഈസ് ടു പ്രിവെന്റ് ദ ഓസിലേറ്ററി ഗ്രോത്ത് ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് ആൻഡ് കോസ് ഇറ്റ് ടു ഗ്രോ എക്സ്പോണൻഷ്യലി അപ് ടു റിക്കവറി വോൾട്ടേജ്. ഇപ്പോൾ എക്സ്പോണൻഷ്യലി ആയിട്ട് ഇങ്ങനെ അത് റിക്കവറിയിലേക്ക് അതിനെ കൊണ്ടുവന്നോളും. ഓക്കെ, ആൻഡ് ദിസ് ബീങ് മോസ്റ്റ് എഫക്റ്റീവ് വെൻ ദ വാല്യൂ ഓഫ് R ഈസ് ചോസൺ സച്ച് ദാറ്റ് ക്രിട്ടിക്കലി ഡാംഡ് സർക്യൂട്ട് ഈസ് ഒബ്റ്റൈൻഡ്. ഇപ്പോൾ സർക്യൂട്ട് ക്രിട്ടിക്കലി ഡാംഡ് ആവുന്ന രീതിയിൽ നമ്മൾ പ്രോപ്പറായിട്ട് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് ഇങ്ങനെ താഴോട്ട് വന്നോളും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ക്രിട്ടിക്കലി ഡാംഡിലേക്ക് പെട്ടെന്ന് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് അത് കയറി നിന്നുകൊള്ളും എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ദ വാല്യൂ ഓഫ് R റിക്വയർഡ് ഫോർ ക്രിട്ടിക്കൽ ഡാമ്പിംഗ് ഈസ് ഒബ്റ്റൈൻഡ് ആസ് 0.5√L/C. 0.5√L/C ആണ് ഈ ക്രിട്ടിക്കൽ ഡാമ്പിങ്ങിനുള്ള ഇതിൻ്റെ വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഈ റെസിസ്റ്റർ വെക്കുന്നത് കൊണ്ടുള്ള ഫങ്ഷൻസ് ജനറലി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ സമ്മറൈസ് ചെയ്ത് പറയാം. ഒന്ന്, ഇറ്റ് ഈസ് ടു റെഡ്യൂസ് ദ റേറ്റ് ഓഫ് റൈസ് ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് ആൻഡ് ദ പീക്ക് വാല്യൂ ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ്. സോ ട്രിപ്പിൾ ആർ വിനെ കുറയ്ക്കുക, റേറ്റ് ഓഫ് റൈസ് ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് കുറയ്ക്കുക, പീക്ക് വാല്യൂ കുറയ്ക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ദെൻ ടു റെഡ്യൂസ് ദ വോൾട്ടേജ് സർജസ് ഡ്യൂ ടു കറന്റ് ചോപ്പിംഗ് ആൻഡ് കപ്പാസിറ്റി കറന്റ് ബ്രേക്കിംഗ്. അതായത് കറന്റ് ചോപ്പിങ്ങും കപ്പാസിറ്റി കറന്റ് ബ്രേക്കിങ്ങും ഒക്കെ കാരണം ഉണ്ടാവുന്ന ഹൈ വോൾട്ടേജ് സർജിനെ കുറയ്ക്കുക, പ്രോസ്പെക്റ്റീവ് വോൾട്ടേജിനെ കുറയ്ക്കുക. ദെൻ ടു എൻഷുർ ഈവൻ ഷെയറിംഗ് ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് ട്രാൻസിഷൻ അക്രോസ് ദ വേരിയസ് ബ്രേക്കർ ഇൻ മൾട്ടിബ്രേക്ക് സർക്യൂട്ട് ബ്രേക്കേഴ്സ്. മൾട്ടിബ്രേക്ക് സർക്യൂട്ട് ബ്രേക്കേഴ്സിൻ്റെ കേസിൽ ഈവൻ ഷെയറിങ്, റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് ഈവൻ ഷെയറിങ് ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് ഇതിൻ്റെ റെസിസ്റ്റൻസ് സ്വിച്ചിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ തൽക്കാലം ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അടുത്തതിൽ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ റേറ്റിംഗ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം.